നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അതുപോലെ തന്നെ അതിന്റെ വാല്യൂസും ബേസിക് വാല്യൂസും ക്വാഡ്രന്റിനെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, നമ്മൾ +2 ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതാർത്ഥം ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ പഠിച്ച രണ്ട് ഫംഗ്ഷനുകളുണ്ട്. വൺ ഫംഗ്ഷനും വൺ ഫംഗ്ഷൻ, അതുപോലെ ഓൺ ടു ഫംഗ്ഷൻ. വൺ ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷൻ, ഈ രണ്ട് ഫംഗ്ഷനും ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വണ്ണും അതുപോലെ ഓൺ ടു ആണെങ്കിൽ അതിനെ നമ്മൾ ബൈജക്റ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പറയും. അതാർത്ഥം ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ, ബൈജക്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അതിന് എന്തുള്ളൂ, ഇൻവേഴ്സ് ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ, ബൈജക്റ്റീവ് ആണെങ്കിൽ, ബൈജക്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു ഗ്രാഫ് വെച്ച് മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ള ഗ്രാഫുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ളതാണ്. ഞാനൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ്. നിങ്ങൾ +1 പഠിച്ച സ്ഥിതിക്ക് ഈ ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ, ഇത് എന്തിന്റെ ഗ്രാഫാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കണം. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് 0 ആണ്, എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ്, ഇതെന്ന് പറയുന്നത് വൈ ആക്സിസ്. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദെൻ ഇതെന്ന് പറയുന്നത് 0, ദെൻ ഇവിടെ π/2, ദെൻ അടുത്തത് പൈ, 3π/2 അങ്ങനെ പോകും. ദെൻ ഇവിടെ -π/2, ദെൻ ഇവിടെ എന്താണ് -π, ഇങ്ങനെ പോകും. ഓക്കെ, ദെൻ നമുക്കറിയാം 0 എന്ന് പറയുന്ന വാല്യൂല് ഇവിടെ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാണ് 1, ഇവിടെ ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്യാണ് -1. ഓക്കെ, അപ്പോ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഞാൻ അവിടെ ഒരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഒരു വേവ് ഫോം വരച്ചു. ആ വേവ് ഫോമില് രണ്ടും വാല്യൂസ് അടയാളപ്പെടുത്തി. ഇവിടെ π/2, 0, π/2, പൈ, എക്സ് ആക്സിൽ നമ്മൾ വാല്യൂ അടയാളപ്പെടുത്തിയത് റേഡിയൻ മെഷർമെന്റ് ആണ് അടയാളപ്പെടുത്തിയത്. ദെൻ വൈ ആക്സിൽ അടയാളപ്പെടുത്തിയത് -1, ഈ രണ്ട് വാല്യൂ മാത്രമേ ഉള്ളൂ, -1, 1. ദെൻ ഇത് എന്ന് പറയുന്നത് ഏതിന്റെ ഗ്രാഫ് ആയിരിക്കും? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ +1 ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഇതെന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സൈൻ എക്സിന്റെ ഗ്രാഫാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് R/R ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. R/R റേഷണൽ നമ്പർ ഏത് വന്നാലും ഉള്ള ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ ഇൻഫിനിറ്റിയിലായിട്ട് പോവുകയാണ്, ഇവിടെ ഇൻഫിനിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ R/R ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിലേഷൻ ആറിൽ നിന്ന് ആറിലേക്കാണ് നമ്മൾ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ സൈൻ 0, ഇത് സൈനിന്റെ ഗ്രാഫ് തന്നെയാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സൈൻ 0 എന്ന് പറയുന്നത് നമുക്കറിയാം 0 ആണ്. അപ്പോൾ സൈൻ 0 0 ദെൻ സൈൻ π/2, സൈൻ π/2 എന്താണ്? -1 ആണ്. സൈൻ π/2 പറയുന്നത് 1, സൈൻ π/2 1 മാക്സിമം വാല്യൂ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? സൈനിന്റെ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. ദെൻ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ
ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും അതിന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം? ബൈജക്റ്റ് ആയിരിക്കണം. ഓക്കെ, പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ബൈജക്റ്റ് ആയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആണോ? അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? ഒരു പാരലൽ ലൈൻ വരയ്ക്കും. ഓക്കെ, ഒരു എക്സ് ആക്സിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ രണ്ട് വാല്യൂസ് എക്സിന് കിട്ടും. ഇത് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് x1 എന്ന് എടുത്തു. ദെൻ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ x2 എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് x1 എന്ന് ഡിനോട്ട് ചെയ്തു. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് x2 എന്ന് ഡിനോട്ട് ചെയ്തു. ഈ ഗ്രാഫിനെ ആ പാരലൽ ലൈൻ എന്ന് പറയുന്നത് രണ്ട് പോയിന്റിനെ കട്ട് ചെയ്യുന്നു. ആ ഗ്രാഫിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒന്നാമത്തെ പോയിന്റിനെ x1 എന്നും രണ്ടാമത്തെ പോയിന്റിനെ x2 എന്നും ഡിനോട്ട് ചെയ്തു. ദെൻ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ x1 എന്ന് പറയുന്ന വാല്യൂവിന് ഇവിടെ ഒരു വാല്യൂ ആണ്. അതിന് ഞാൻ y1 എന്ന് എടുത്തെന്ന് വിചാരിക്കാം. ദെൻ x1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ കിട്ടുന്ന ഒരു y കമ്പോണന്റ് കാണും. അത് y1 ആണ്. ദെൻ x2 എന്ന് പറയുന്ന വാല്യൂവിനും അതേ y1 എന്ന് പറയുന്ന കമ്പോണന്റ് തന്നെയാണ് കിട്ടുന്നത്. അതാർത്ഥം x1ന്റെ ഇമേജ് എന്ന് പറയുന്നത് y1 ആണ്. x2ന്റെ ഇമേജ് എന്ന് പറയുന്നത് y1 ആണ്. അതാർത്ഥം രണ്ട് പോയിന്റിന് ഒരേ ഇമേജ് തന്നെ വന്നു. രണ്ട് പോയിന്റിന് ഒരേ ഇമേജ് തന്നെ വന്നു. അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് 1 എന്നല്ല, എന്തെന്നാണ് പറയുന്നത്? മെനി വൺ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് 1 എന്ന് പറയുന്ന കണ്ടീഷനും നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയത് രണ്ട് പോയിന്റുകൾ എടുത്തു. ആ രണ്ട് പോയിന്റുകൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇമേജ് എന്ന് പറയുന്നത്, അതായത് x1 എന്ന് പറയുന്നത്, x1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയിരിക്കുന്നത്? y1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. x2 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? y1 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് കിട്ടിയത്. അതായത് എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരേ വാല്യൂ തന്നെയാണ് ലഭിച്ചത്. എക്സ് ആക്സിലെ രണ്ട് പോയിന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരേ വാല്യൂ തന്നെയാണ് ലഭിച്ചത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ഫംഗ്ഷൻ അല്ല, എന്താണെന്ന് പറയാം? മെനി വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ y1 എന്ന് പറയുന്നതിന്റെ പ്രീ ഇമേജ് ആണ് x1 എന്ന് പറയാം. അതുപോലെ തന്നെ y1ന്റെ എന്താണ്? പ്രീ ഇമേജ് ആണ് x2 എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞെന്ന് പറയുന്നത് x1ന്റെ ഇമേജ് ആണ്, x1 എന്ന് പറയുന്നതിന്റെ ഇമേജ് ആണ് y1 എന്ന് പറയുന്നത്. ദെൻ x2 എന്ന് പറയുന്ന വാല്യൂ എടുത്താലും അതിന്റെയും ഇമേജ് തന്നെയാണ്, അതിന്റെയും ഇമേജ് ആണ് y1 എന്ന് പറയുന്നത്. രണ്ട് എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റുകൾക്ക്, രണ്ടോ രണ്ടിൽ കൂടുതലോ പോയിന്റുകൾക്ക് ഒരേ ഇമേജ് തന്നെയാണ് ഇവിടെ ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ഫംഗ്ഷൻ അല്ല, എന്താണെന്നാണ്? മെനി വൺ ഫംഗ്ഷൻ ആണ്. മെനി വൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മള് കണ്ടീഷൻ തെറ്റി. എന്താണെന്നാണ്? 1 ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ലഭിച്ചത് മെനി വൺ ഫംഗ്ഷൻ എന്നാണ് ലഭിച്ചത്. അപ്പോൾ മെനി വൺ ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ അല്ല. കാര്യം എന്താണ്? 1 1 ആയാൽ മാത്രമേ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും, തന്നിരിക്കുന്നത് ഏത് ഫംഗ്ഷൻ ആയാലും 1 ആയിരിക്കണം, 2 ആയിരിക്കണം. 1 ഫംഗ്ഷനും 2 ഫംഗ്ഷനും ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷന് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ നമുക്ക് ഈ ട്രിഗണോമെട്രി ഫംഗ്ഷന് എന്തില്ല? ഇൻവേഴ്സ് ഇല്ല എന്നാണ് വന്നത്. അതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇവിടെ സംഭവിച്ചത് എന്താണ്? രണ്ട് വാല്യൂ വന്നു. ആ രണ്ട് വാല്യൂവിനെ മാറ്റാം. ആ രണ്ട് വാല്യൂ വരാൻ പാടില്ല, ഒരേ വാല്യൂ. അതായത് രണ്ട് പോയിന്റുകൾക്ക് ഒരേ വാല്യൂ വരാൻ പാടില്ല, ഒരു വാല്യൂ വരാൻ പാടില്ല. 1 1,
അതായത് ഒരു വാല്യൂ മാത്രമേ വരാവൂ. ഒരു എക്സ് ആക്സിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വൈ കമ്പോണന്റില് ഒരു വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. തിരിച്ചു പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ y1 എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രീ ഇമേജ് ആണ് x1 എന്ന് പറയാം. അതുപോലെ തന്നെയാണ് y1ന്റെ പ്രീ ഇമേജ് ആണ് x2 എന്ന് പറയുന്ന വാല്യൂ. എങ്ങനെ വേണമെങ്കിലും പറയാം. എന്താണ് നമുക്ക് ആദ്യം പറയുന്നത് x1 x2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. x1 x2 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഇമേജുകൾ എന്ന് പറയുന്നത് y1 ആണ്. തിരിച്ചു പറഞ്ഞാൽ y1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന പ്രീ ഇമേജുകളാണ് x1 എന്ന് പറയുന്നതും x2 എന്ന് പറയുന്നതും. അതായത് ഒരു പോയിന്റിന് ഒന്നിലധികം പ്രീ ഇമേജുകൾ ലഭിച്ചു. അതുകൊണ്ടും എന്ത് തന്നെയാണ് ഇത് എന്ന് പറയുന്നത് 1 ഫംഗ്ഷൻ അല്ല, എന്താണ് മെനി വൺ ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ മെനി വൺ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഇല്ല. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത് മെനി വൺ ആയത്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മെനി വൺ ആയത്? എന്തുകൊണ്ടാണ് എക്സ് ആക്സിലെ പോയിന്റുകൾ എടുക്കുമ്പോൾ x1 x2 അങ്ങനെ തുടങ്ങിയ പോയിന്റുകൾ എടുക്കുമ്പോൾ അതിന് ഒരേ ഇമേജ് തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പോയിന്റ് എടുക്കുമ്പോൾ ഒരേ ഇമേജ് ലഭിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചു പറയുമ്പോൾ ഒരു y ആക്സിസിലെ പോയിന്റ് അതാർത്ഥം അതിനെ നമ്മൾ കോഡൊമൈൻ എന്നാണ് പറയുന്നത്. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എടുക്കുമ്പോൾ y ആക്സിസിലെ പോയിന്റ് എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇമേജുകൾ നമുക്ക് ലഭിക്കുന്നു. y ആക്സിസിലെ പോയിന്റ് എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജുകൾ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, 1 ഫംഗ്ഷൻ അല്ല, അതെന്ന് പറയുന്നത് എന്താണ്, മെനി വൺ ഫംഗ്ഷൻ ആണ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മൾ ഇവിടെ ഇതിനെ 1 ഫംഗ്ഷൻ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്താ കഴിയത്തുള്ളൂ, ഇത് ഇൻവെർട്ടിബിൾ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. 1 ഫംഗ്ഷൻ ആക്കണം എന്നതിന് ശേഷം നമുക്ക് അടുത്തത് 1 ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യണം. ഈ രണ്ട് ഫംഗ്ഷനും ഈ തന്നിരിക്കുന്ന sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആയിരിക്കണം 1 ആയിരിക്കണം എങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ, ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെ 1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി 1 ഫംഗ്ഷൻ ആക്കണമെങ്കിൽ, ഈ തന്നിരിക്കുന്നതിനെ 1 ഫംഗ്ഷൻ ആക്കണമെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ എന്ത് വരാൻ പാടില്ല, പ്രീ ഇമേജുകൾ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസിന്, ഇവിടെ എടുക്കുന്ന എക്സിലെ വാല്യൂസിന് ഒരു ഇമേജ് വരാൻ പാടില്ല, ഒരേ ഇമേജ് തന്നെ വരാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കിക്കൊണ്ട് വരികയാണ്. ഈ ഫംഗ്ഷനെ ഞാൻ ചെറുതാക്കി എവിടെ കൊണ്ടുവരികയാണ്, ഇവിടെ നമ്മൾ π/2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുവരെ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോ നമ്മൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഏതുവരെ വരത്തുള്ളൂ, ഒറ്റ ഇമേജ്. അതാർത്ഥം നമ്മൾ വരച്ച് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഏത് വരച്ചാലും ഈ x1 എന്ന് പറയുന്ന ഒരു വാല്യൂയെ കാണത്തുള്ളൂ, അതുപോലെ തന്നെ y1 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ കണ്ടീഷൻ സോൾവ് ആയി. ഇനി ഇപ്പുറത്ത് നോക്കുമ്പോൾ, ഇപ്പുറത്തും ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ 2 വാല്യൂകൾ കൂടുതൽ വന്നു. ഓക്കെ, അപ്പൊ അതിനെയും ചെറുതാക്കിക്കൊണ്ട് വരിക, ഇതിനെയും ചെറുതാക്കിക്കൊണ്ട് ഏതുവരെ കൊണ്ടുവരിക, π/2 എന്ന് പറയുന്ന കണ്ടീഷൻ വരെ, -π/2 എന്ന് പറയുന്ന കണ്ടീഷൻ വരെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇവിടെ -π/2 മുതൽ π/2 എന്ന് പറയുന്ന കണ്ടീഷൻ വരെ ആയി.
-π/2 മുതൽ π/2 എന്ന് പറയുന്ന കണ്ടീഷൻ വരെ ആയപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചാൽ എന്ത് സംഭവിക്കത്തില്ല? ഒന്നിൽ കൂടുതൽ വാല്യൂസിന് എന്ത് വരത്തില്ല? ഇമേജ് എന്ന് പറയുന്നത് ഒന്നാകുന്നു. സെയിം ഇമേജ് കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്തായി? 1 1 ആയി. കണ്ടീഷൻ എന്തായിരുന്നു? sin x ന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഏത് മുതൽ ഏത് വരെ ആയിരുന്നു? -π/2 മുതൽ π/2 എന്ന് പറയുന്ന കണ്ടീഷൻ വരെയായിരുന്നു. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് -π/2 മുതൽ π/2 വരെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമുക്ക് ഈ ഫംഗ്ഷൻ sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആകുന്നു. sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആകുന്നത് -π/2 മുതൽ π/2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോഴാണ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇത് want to ആണോ, want to ഫംഗ്ഷൻ ആണോ? തന്നിരിക്കുന്ന sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ want to ആണോ എന്ന് ചെക്ക് ചെയ്യണം. want to എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? want to ഫംഗ്ഷൻ ആകണമെങ്കിൽ നമ്മൾ ഈ y ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് അതിന് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. y ആക്സിലെ കാര്യം നമ്മൾ R to R ആണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോ എന്ത് മാത്രമാണ് മാറ്റിയത്? x ആക്സിലെ പോയിന്റ് -π/2 മുതൽ π/2 വരെ ആക്കി. ഓക്കെ, ഇത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണ്. നിങ്ങൾ അവിടെ വരച്ച കാര്യങ്ങളൊക്കെ പഠിച്ചും കാണും. അപ്പോൾ ഒരു ഫംഗ്ഷൻ want to ആകണമെങ്കിൽ എന്താണ്? എല്ലാ വാല്യൂസിനും ഈ y ആക്സിലെ എല്ലാ വാല്യൂസ് എടുത്താലും ഏത് വാല്യൂസ് എടുത്താലും ഓക്കെ, ഏത് വാല്യൂസിനും എന്ത് കാണണം? നമ്മൾ ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ഏത് വാല്യൂസ് എടുത്താലും ഇതിന് എന്ത് കാണണം? പ്രീ ഇമേജ് കാണണം. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഏത് വരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ? 1 മുതൽ -1 വരെ മാത്രമേ സൈനിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. സൈനിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് -1 നിന്ന് 1ലേക്കാണ്. അപ്പോൾ sin x ന്റെ വാല്യൂ ഏത് വാല്യൂ കൊടുത്താലും, സൈനിന്റെ ഏത് ആംഗിൾ കൊടുത്താലും അതിന് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് -1നും 1നും ഇടയിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും. ഓക്കെ, -1നും 1നും ഇടയിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പൊ അതിൽ കൂടുതൽ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂവിന് എന്ത് കാണത്തില്ല? സൈൻ ഗ്രാഫിനകത്ത് എന്ത് കാണത്തില്ല? ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ കഴിയത്തില്ല. സൈൻ എന്താണ് ഉദ്ദേശം പറയുന്നത്? സൈനിന്റെ ഏതെങ്കിലും വാല്യൂ sin x എന്ന് പറയുന്നത് എന്താകത്തില്ല? 2 ആകത്തില്ല. sin x എന്ന് പറയുന്നത് 2 ആകത്തില്ല. അതായത് മുകളിലേക്ക് നമ്മൾ വരയ്ക്കുന്നത് 1 2 3 അങ്ങനെ പോകുന്ന എലമെന്റുകളാണ്. ഇവിടെ -1 -2 -3 ഇങ്ങനെ പോകുന്ന എലമെന്റുകൾ. അതായത് ഞാനിപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തിരുന്നത്. 2 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന് എന്തില്ല? ഒരു പ്രീ ഇമേജ് ഇല്ല. sin x എടുക്കുമ്പോൾ അതിനൊരു പ്രീ ഇമേജ് ഇല്ല. കാര്യം നമ്മളെ ഗ്രാഫ് ഏതുവരെ വരത്തുള്ളൂ? -1 മുതൽ 1 വരെ വരത്തുള്ളൂ. അതിന്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്നത് അങ്ങോട്ടുള്ളത് നമ്മൾ നിർത്തലാക്കി കാര്യം എന്താക്കാൻ വേണ്ടി 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ ആക്കാൻ. അപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടത് എന്തിലാണ്? -1നും 1നും ഇടയിലുള്ള വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. വൈകിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1നും 1നും ഉള്ള വാല്യൂ മാത്രമേ എടുക്കാൻ കഴിയൂ. അപ്പോൾ മുകളിലേക്കുള്ള വാല്യൂ ഏത് വരെ? മാക്സിമം 1 വരെ. അതിനുശേഷമുള്ള വാല്യൂവിന് വിലയില്ല. ഓക്കെ, അത് കിട്ടത്തില്ല. ദെൻ ഇവിടെ താഴേക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏത് വരെയാണ്? -1 വരെ. അപ്പോൾ നമ്മൾ അടുത്ത ഡിഫിനിഷൻ -1നും 1നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ -1നും 1നും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ അത് എന്തായിരിക്കും? want to ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, -1നും 1നും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ ആ ഏത് വാല്യൂ എടുത്താലും, ഇതിനിടയിലുള്ള ഏത് വാല്യൂ എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ആക്സിലുള്ള 0 മുതൽ π/2 വരെയുള്ള വാല്യൂ അല്ലെങ്കിൽ -π/2 മുതൽ π/2 വരെയുള്ള വാല്യൂസിൽ ഏത് വാല്യൂസ് കൊടുത്താലും അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് -1നും 1നും ഇടയിലുള്ള വാല്യൂ മാത്രമേ ലഭിക്കത്തുള്ളൂ. sin x എടുക്കുമ്പോൾ -1നും 1നും ഇടയിലുള്ള വാല്യൂ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ
ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതാർത്ഥം ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു, -1നും 1നും ഇടയിലാക്കി. ദെൻ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു, -π/2 മുതൽ π/2 വരെ ആക്കി. അപ്പോൾ ഇതെന്തായി, 1 ഫംഗ്ഷനും 1 ഫംഗ്ഷനുമാണ്. 1 ഫംഗ്ഷനും 1 ഫംഗ്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ബൈജക്റ്റീവ് ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഉള്ളതാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഉള്ളതാണ്. യഥാർത്ഥം നമ്മളെ കണ്ടീഷൻ സൈൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്, സൈൻ ഇൻവേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -1 to 1 ക്ലോസ് ഇന്റർവെൽ -1 to 1 സൈൻ ഇൻവേഴ്സിന്റെ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 to 1 to ഏത് വരെ, ഏതിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തത്, -π/2 π/2. ഇതിൽ മാത്രമേ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് -1ഉം 1ഉം ആയിരിക്കണം. അതിന്റെ ഇടയിലുള്ള വാല്യൂ, അതിന്റെ എക്സ് ആക്സിലെ വാല്യൂ എന്ന് പറയുന്നത് -π/2നും π/2നും ഇടയിലായിരിക്കണം. അത് ആകാം, ക്ലോസ്ഡ് ഇന്റർവെൽ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ആ വാല്യൂയും എടുക്കാം. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് കോസ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം, ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം, ദെൻ കോട്ട് ഇൻവേഴ്സ് കോസീക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം. ദെൻ 5 എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് സീക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം. ദെൻ 6 എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഈ നമുക്കിപ്പോൾ ലഭിച്ച -1 എന്ന് പറയുന്ന വാല്യൂ, ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് -π/2 ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -1ഉം π/2 ആണെങ്കിൽ 1ഉം ആണ്. ഡിഫൈൻ ചെയ്യേണ്ടത് -1 to 1 to ഏത് വരെ, -π/2 π/2. -1 to 1 -1 to -π/2 π/2. ഓക്കെ, ദെൻ കോസ് ഇൻവേഴ്സ് ആയാലും ഡിഫൈൻ ചെയ്യേണ്ടത് 0π. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്നു. ഇതിലെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്ന കാര്യമാണ്. അത് ചെയ്യണമെങ്കിൽ, അത് പഠിക്കണമെങ്കിൽ ഈ ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുണ്ടാവും. ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുണ്ടാവും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നതിന്റെയും റിലേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യവും വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വരച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാത്തത് കൊണ്ട്, എല്ലാ ഫംഗ്ഷനെയും ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഇത് കാണാതെ പഠിച്ചാലേ കഴിയുള്ളൂ. പഠിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറയും. ആദ്യം ഇതിന്റെ ഫുൾ ഒന്ന് പറയുകയാണ്. നമ്മൾ കോസ് ഇൻവേഴ്സ് വരെയാണ് പറഞ്ഞത്. കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 to 0π വരെയാണ്. ദെൻ ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സ് എല്ലാത്തിനും കിട്ടും. നമ്മൾ അതിന്റെ ആ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വേറെ എന്താണ് പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാ പോയിന്റും നമുക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കുക. ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാ ഗ്രാഫും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ആ ഗ്രാഫിന്റെ വാല്യൂസ് കിട്ടുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ദെൻ കോസ് ഇൻവേഴ്സിൻ്റെത് -1 to 0π വരെയാണ്. ദെൻ ടാൻ ഇൻവേഴ്സിന്റെ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സിന്റെ റിയൽ നമ്പേഴ്സ് ആണ്. ഏത് വാല്യൂസ് വേണമെങ്കിലും വരും. -π/2 π/2 വരെയാണ്. ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആയതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ടാൻ π/2 എന്ന് പറയുന്നത് ഡിഫൈൻ അല്ല. ടാൻ π/2 എന്ന് പറയുന്നത്, അതേപോലെ ടാൻ -π/2 എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. എന്താണ് നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നതാണ്.
നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂസും ഉൾപ്പെടുത്തില്ല. -π/2 π/2 എന്ന് പറയുന്ന വാല്യൂസ് അതിൽ ഉൾപ്പെടുത്തില്ല. ബാക്കിയുള്ള വാല്യൂസ് അതിനിടയിൽ വരുന്ന വാല്യൂസ് ആണ് ഉൾപ്പെടുന്നത്. ദെൻ കൊസീക് ഇൻവേഴ്സിൻ്റെത് r-1 ആണ്. അവിടെ -1 എന്ന് പറയുന്ന വാല്യൂസ് ഉൾപ്പെടുത്തില്ല. അതിന് ഇടയിൽ വരുന്ന വാല്യൂസ് ആണ് വരുന്നത്. ആ രണ്ട് വാല്യൂസ് നമ്മുടെ ഗ്രാഫ് കഴിയുമ്പോൾ ആ -1 താഴോട്ടും അതുപോലെ 1 മുകളിലോട്ടുമാണ് ഗ്രാഫ് നിൽക്കുന്നത്. -1 താഴോട്ടും 1 മുകളിലോട്ട് മാത്രമേ അതിന്റെ ഗ്രാഫിന്റെ വാല്യൂസ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാക്ടിക്കൽ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, ഇതിന്റെ r-1 to ഏത് വരെയാണ്, -π/2 π/2. ഇതിൽ 0 എന്ന് പറയുന്ന വാല്യൂ വരത്തില്ല. ഇവിടെ 0 എന്ന് പറയുന്ന വാല്യൂ വരത്തില്ല. അതുകൊണ്ടാണ് -0 എഴുതിയിരിക്കുന്നത്. സെറ്റിനകത്ത് 0 എന്ന് പറയുന്ന വാല്യൂവിനെ ഒഴിവാക്കിയിരിക്കുന്നു. -0. ദെൻ സീക്ക് ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറയും. സീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് r-1 തന്നെയാണ്. r-1 തന്നെയാണ്. അവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും -1 എന്ന് പറയുന്ന വാല്യൂസ് അതിൽ ഉൾപ്പെടുത്തില്ല. സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും -1 എന്ന് പറയുന്ന വാല്യൂ അതിൽ വാല്യൂ ആയിട്ട് വരത്തില്ല. ദെൻ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം വരും. ദെൻ അതിന്റെ വാല്യൂസ് വരുന്നത് പറയുന്നത് 0π നിന്ന് 0π ഇതിലെ എല്ലാ എലമെന്റും വരും. അതിൽ നിന്ന് π/2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒഴിവാക്കുക. π/2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒഴിവാക്കുക. ഈ π/2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒഴിവാക്കുന്നതിന് കാര്യമുണ്ട്. π/2ന് അത് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ആ വാല്യൂ ഡിഫൈൻ അല്ല. ഓക്കെ, അത് നമ്മൾ ആദ്യം ബോക്സ് വരച്ചപ്പോഴത്തേക്കുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ഡിഫൈൻ അല്ല. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആറിലെ എല്ലാ വാല്യൂസുമാണ് വരുന്നത്. 0 മുതൽ π വരെയുള്ള വാല്യൂസ്. 0 മുതൽ π വരെ, 0 to π വരെ. ഓക്കെ, 0 to π. ദെൻ ഇത് ഓപ്പൺ ഇന്റർവെൽ ആണ്. ഇതില് 0യും π ഉൾപ്പെടുത്തില്ല. 0യും πയും ഉൾപ്പെടുത്തില്ല. ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതിന്റെ ഈ വാല്യൂസ് ഈക്വൽ ആയിട്ടുള്ളത് π/2 π -π/2 π/2. ഇവിടെയും -π/2 π/2 ആണ്. ഇവിടെയും -π/2 π/2 ആണ്. അതിലൊരു എലമെന്റ് ഇല്ലാതായിരിക്കുന്നത്. ഓക്കെ, അതാർത്ഥം സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ഈക്വൽ ആയിരിക്കും, ഒരുപോലെയാണ്. ദെൻ ബാക്കിയുള്ളതിന്റെ എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് ഒരേപോലെയാണ് വരുന്നത്. 0π എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. 0π. ഓക്കെ, സൈൻ ഇൻവേഴ്സിന്റെ റെസിപ്രോക്കലാണ് കൊസീക് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക് എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ കോസിൻ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ വരും -π/2 π/2. കോസ് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കലാണ് എന്തെന്ന്, കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ഈക്വൽ ആയിട്ട് വരും. പിന്നെ വരുന്ന പറഞ്ഞാൽ കോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇതിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകളാണ് അടുത്തായിട്ടുള്ളത്.